നമസ്കാരം ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഫുഡ് സ്പോട്ടാട്ടോ. അപ്പോൾ ഞങ്ങൾ ജോലി കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ വിഷ്ണു ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ഒരു വരവൂരിൽ കൂടെ പോകുമ്പോൾ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റ് കണ്ട് കയറിയാണ്. അപ്പോൾ കയറിയപ്പോൾ തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടോ. അപ്പോഴത്തേനും വീഡിയോ എടുക്കുന്നതിന് മുമ്പ് തന്നെ പൊറാട്ട വന്നു, കാരണം അത്രയും ഫാസ്റ്റ് ആയിരുന്നു അവരുടെ കസ്റ്റമർ സർവീസൊക്കെ. അപ്പോൾ പൊറാട്ട പറഞ്ഞിട്ട് കറി വരുന്ന സമയം കൊണ്ട് ഞങ്ങൾ വെറുതെ പൊറാട്ട കഴിച്ചു നോക്കിയിട്ട്. അപ്പോൾ പൊറാട്ടയ്ക്ക് നല്ല പദം വന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ മാത്രമല്ല, വിഷ്ണു എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ കറി വരുന്നതിന് മുമ്പൊക്കെ ഒരു കാര്യം പറയേണ്ടത്, അതായത് നിങ്ങൾ ചാനൽ ജസ്റ്റ് ആദ്യമായിട്ട് കാണുക, ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തു. സബ്സ്ക്രൈബ് ചെയ്യാതെ മറക്കല്ലേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക. സ്പോട്ട് ഏതാണ് ലൊക്കേഷൻ ഞാൻ ലാസ്റ്റ് പറയട്ടോ. അപ്പോൾ നിങ്ങൾ അവിടെ പോയി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ട്രൈ ചെയ്തൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ട്രൈ എത്ര ജസ്റ്റ് ഒന്ന് പോയി ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് തന്നെ കറി വന്നു കേട്ടോ. അപ്പോൾ കറി എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം ഞാൻ ബീഫ് കഴിച്ചു, പക്ഷേ ബീഫ് അവിടെ കഴിഞ്ഞിരുന്നു, കാരണം ഏകദേശം ഉച്ചയാവാറായിരുന്നു കേട്ടോ. രാവിലെ തന്നെ ഒന്നല്ല ഞങ്ങൾ പോയിക്കണേ. അപ്പോൾ ചിക്കൻ കറി ഉണ്ട് പറഞ്ഞു. അപ്പോൾ ചിക്കൻ കറിയിൽ 2 ലെഗ് പീസ് വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാൾ ഹാപ്പി, രണ്ടാൾക്ക് ഓരോ പീസ് എടുത്ത് വെച്ചിട്ടാലും സന്തോഷമാണ്. ജോലി പണിയുടെ ഇടയ്ക്കാതെ ഒരു ഹാപ്പിനെസ് അല്ലേ. അങ്ങനെ ഞാൻ ലെഗ് പീസും കറി എടുത്തു കേട്ടോ. കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൈസ്, അത്യാവശ്യം നല്ല തിക്കിൽ, അത്യാവശ്യം ചിക്കൻ മാത്രമല്ല കേട്ടോ, ഒരു ഉള്ളിക്കറി എന്ന് ഞാൻ പറയില്ല, യഥാർത്ഥ ചിക്കൻ കറി വെച്ചിരിക്കണം. അല്ലാതെ ചില റെസ്റ്റോറൻറ്റിൽ ഉള്ളിക്കറിയും ചിക്കൻ കറിയും സെയിം സാധനമാണ്, പക്ഷേ ഇവിടെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ കറി എടുത്തു, കറി കൂട്ടി കഴിച്ച് നോക്കിയപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടു. ആവശ്യത്തിലേറെ വിശപ്പുണ്ടായിരുന്നു കേട്ടോ, കാരണം നേരം വൈകിയത് ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിരുന്നു. പക്ഷേ എന്നാലും ടേസ്റ്റുള്ള സാധനം കഴിച്ചാൽ നമുക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്, ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കിയിട്ട്. അപ്പോൾ ട്രൈ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പൊറോട്ട അടിക്കുന്ന ആരാണാവോ, നല്ല പദം വന്ന് നല്ലൊരു പൊറോട്ട. കാരണം ഞാൻ എടുത്തു പറയാൻ കാരണം, ഈ നേരമായിട്ടും പൊറോട്ടയ്ക്ക് ചൂടുണ്ട്, കല്ലും ഇറക്കിയിട്ടുണ്ടാവില്ല. എന്നാലും ഒരു അടിക്ക് നമ്മുടെ പല റെസ്റ്റോറൻറ്റ്, അതായത് നമ്മുടെ ആറങ്ങോട്ട ഏരിയയിലും അവരൊക്കെ അത്യാവശ്യം പേരിട്ട റെസ്റ്റോറൻറ്റിലൊക്കെ പൊറോട്ട മോശമായിട്ടാണ്. നല്ലൊരു പൊറോട്ടയ്ക്ക് ഇപ്പോൾ പല സ്ഥലങ്ങളിൽ പോയി ട്രൈ ചെയ്യേണ്ട ആവശ്യമായി. അങ്ങനെ ആ കറിയും കൂട്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ പൊറോട്ട കഴിച്ചിട്ട് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഇടുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ പൊറോട്ട കഴിച്ച് കഴിയാറാകുമ്പോഴത്തേന് 2 ചായ പറഞ്ഞു കേട്ടോ. അപ്പോൾ ചായയും വന്നു, കൊള്ളായിരുന്നു, എല്ലാം കൊള്ളായിരുന്നു. പൊറോട്ടയും ചായയും അതുപോലെ തന്നെ ചിക്കൻ കറി എല്ലാം കൊള്ളായിരുന്നു. നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ തോന്നി, അതുകൊണ്ട് തന്നെയാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ വളരെ കുറവാണ്, 3-4 ടേബിളുള്ളൂ. ഓപ്പൺ ഡൈനിങ് ആണ്, ക്ലോസ് ഡൈനിങ് ഒന്നുമല്ല. പുറത്തും സ്റ്റൂളുണ്ട്, പിന്നെ കിച്ചണും ഓപ്പൺ ആണ്. ഉള്ളിൽ കുക്കിംഗ് ഉണ്ട്, ബട്ട് പൊറോട്ടയും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് തന്നെ അടിക്കണം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഓരോ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ വൃത്തി ഹൈജീനൊക്കെ പ്രതീക്ഷിക്കുന്നവർ അങ്ങനെ നോക്കുക. ഫാമിലിക്കും പോകാൻ അങ്ങനെ ഇത് റെക്കമെൻഡേഷൻ ഒന്നുമില്ല, കാരണം ഒരു ഒഴിഞ്ഞ പ്രദേശമാണ്. അപ്പോൾ അതിൻ്റേതായ തിരക്കുകളും അതേ നാട്ടുകാരാണ് മെയിനായിട്ടുള്ളൂ, പുറമേക്കാരൊക്കെ കുറവായിരിക്കും. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മുള്ളൂർക്കരയിൽ നിന്ന് വരവൂർ പോകുന്ന വഴിക്കുണ്ടല്ലോ, നമ്മുടെ വസ്താൻ വലിയ അപ്പം യാറൊക്കെ കഴിയില്ലേ, ആ യാറൊക്കെ കഴിഞ്ഞ് വരവൂർ വളവ് എത്തുന്നതിന് മുമ്പ് ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള റെസ്റ്റോറൻറ്റ് കേട്ടോ. അപ്പോൾ റെസ്റ്റോറൻറ്റ് പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നിമിഷത്തിൽ ഞാൻ കാണിച്ചു തരാം. റെസ്റ്റോറൻറ്റ് പേര് ഫുഡ് ബോക്സ് എന്നാണ് കേട്ടോ. പുറത്തൊക്കെ ഡൈനിങ് ആയിട്ട് കാണാൻ പറ്റും, റോഡ് സൈഡിലാണ്. അപ്പോൾ പോയി ട്രൈ ചെയ്യുക. ഓക്കെ.